ഹലോ, ഇന്ന് നമ്മുടെ ഒരു നോർമൽ വർക്കിംഗ് ഡേ എങ്ങനെയാണെന്ന് നോക്കാം. വിഷ്ണു ഇവിടെ ഓഫീസിൽ കൊണ്ടുപോകാനുള്ള ഫുഡ് പാക്ക് ചെയ്യാണ്. ഞാൻ ദാ ജിമ്മിലേക്ക് പോകാൻ പോവാണ് രാവിലെ 6 മണിക്ക്. ഇപ്പൊ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും വന്നില്ലേ? അത് ഇപ്പൊ ഒരാളുടെ വായിൽ നിന്ന് കേൾക്കാം. ജിമ്മിൽ പോണാടീന്ന് ചോദിക്കണം. കുടുംബ കുത്തുവിളക്കുകൾ എന്നിട്ടാണ് അതെ ആന്റി അതെ ചേച്ചി എന്നൊക്കെ എനിക്ക് പറയാം. ഈ വോയിസ് ഒക്കെ ഞാൻ എടുത്തിട്ടാ. എനിക്കത് നിന്റെ ചാനല് നിന്റെ ഇഷ്ടം. എന്റെ ചാനല ഇപ്പൊ അങ്ങനെയാ? അല്ല, കുട്ടൂസനെ ഉണ്ടാക്കി ഈസ് ഓൾവേസ് യുവർ ചാനൽ. എന്റെ ഐശ്വര്യക്ക് വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കിയത്. ഞാനാണ് ഉണ്ടാക്കിയത്. എന്ത് തൊള്ളടേ, അത് ഞാനാണേ ഉണ്ടാക്കിയ. കുട്ടൂസൻ ഉണ്ടാക്കി ഫുള്ള് ഉണ്ടാക്കി ഞാനാണ്. പാക്കിങ് കഴിഞ്ഞു. ഞാൻ പൊട്ടേറ്റോ അങ്ങനെ ഞാൻ ജിമ്മിലെത്തി. ജിമ്മിൽ പോയാൽ ഞാൻ ആദ്യം തന്നെ ഇവിടെ നിന്ന് കുറച്ച് കോഫി. ജീവിതത്തിൽ ഞാൻ ഇത്രയും പൊട്ട കോഫി കുടിച്ചിട്ടില്ല. പക്ഷേ പൈസ കൊടുത്ത സ്ഥിതിക്ക് പോയ്സണം കുടിക്കണം എന്നാണല്ലോ. അങ്ങനെ കസർത്ത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ 8 മണിയായി. ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ കുട്ടി രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കുറുക്കാണോ കഴിക്കുന്നതെന്ന്. അല്ല, ഇതെന്റെ കുളിക്കാനുള്ള ബോഡി പാക്കാണ്. അങ്ങനെ എന്റെ വിസ്തരിച്ചുള്ള കുളിയും തേവാരം ഒക്കെ കഴിഞ്ഞ് വന്നപ്പോൾ 9 മണി. അങ്ങനെ ഞാൻ സ്ഥിരം കഴിക്കാറുള്ള എന്റെ കൊളാജിൻ ഡ്രിങ്കും കുടിച്ചിട്ട് ഞാൻ എന്റെ ജേർണൽ കംപ്ലീറ്റ് ചെയ്യാനിരുന്നു. അതായത് ഈ ജേർണൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ എന്തൊക്കെ ഇന്നലെ ചെയ്തു, ഇനി ഇന്ന് എന്തൊക്കെ ചെയ്യണം, അതിനെ എങ്ങനെ ബെറ്റർ ആക്കാം എന്നൊക്കെ നമുക്ക് സ്വയം ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ്. അതിനുശേഷം ഞാൻ എൻ്റെ വർക്കിനിരുന്നു. അങ്ങനെ വൈകുന്നേരമായപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് വാക്വം ചെയ്ത് ഇവിടെ ഒന്ന് തുടച്ചിട്ടു. ഇന്നത്തെ ജോലിയും തൂപ്പും തുടപ്പും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാനൊരു ചായയൊക്കെ ഇട്ട് കുടിച്ച് കുറച്ചു നേരം റെസ്റ്റ് എടുക്കാൻ വിചാരിച്ചു. അങ്ങനെ 6:30 ആയപ്പോൾ വിഷ്ണു തിരിച്ച് വീട്ടിലെത്തി. ജോലി കഴിഞ്ഞ് വന്ന വിഷ്ണുവിനെ ആദ്യം കാണാൻ പറ്റുന്ന ഏരിയയാണ് നമ്മുടെ ബാൽക്കണി. എന്നെ നോക്കിയില്ലെങ്കിലും മുളകുകളെ ശ്രദ്ധിക്കും. മുളക്, മല്ലി, തക്കാളി. പക്ഷെ ഈ സാധനം ഇതിന് മാറ്റി നടണം. ഇത് വലുതായി. ഇത് എങ്ങോട്ട് മാറ്റി നടും? ഇത് അതിനൊരു ബക്കറ്റ് മേടിച്ച് വെച്ചിരിക്കണം. സോ ഇങ്ങനെ പോകും നമ്മുടെ ഒരു വർക്കിംഗ് ഡേ ഇൻ അവർ ലൈഫ്. അപ്പൊ പിന്നെ കാണാം. ബൈ, cheers.